പല ഫാഷൻ ട്രെൻഡുകളും യഥാർത്ഥത്തിൽ തുടങ്ങിയത് മാരകമായ രോഗങ്ങളിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷെ ചരിത്രം അങ്ങനെയാണ്. ഹൈ ഹീൽസ് ഇത് വെറുമൊരു സ്റ്റൈലിനു വേണ്ടി ഉണ്ടായതല്ല. 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ തെരുവുകൾ ചളിയും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. പ്ലേഗും സിഫിലിസും ബാധിച്ചവരുടെ അവശിഷ്ടങ്ങൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ അഴുക്കിൽ പാദങ്ങൾ മുട്ടാതിരിക്കാൻ സമ്പന്നർ ഉപയോഗിച്ചതാണ് തടികൊണ്ടുള്ള ചോപ്പിനുകൾ. പിന്നീട് ലൂയി 14ാമന്റെ കാലമായപ്പോഴേക്കും ഇത് അധികാരത്തിന്റെ അടയാളമായി മാറി. 1600കളിൽ യൂറോപ്പിൽ സിഫിലിസ് പടർന്നു പിടിച്ചപ്പോൾ മുടി കൊഴിച്ചിലും വ്രണങ്ങളും വലിയ പ്രശ്നമായി. ഇത് മറച്ചു പിടിക്കാനാണ് അന്നത്തെ പ്രഭുക്കന്മാർ വിഗ്ഗുകൾ വെച്ചു തുടങ്ങിയത്. വിഗ്ഗിലെ പേൻ ശല്യം ഒഴിവാക്കാനും ദുർഗന്ധം മാറ്റാനുമാണ് അവർ സുഗന്ധമുള്ള പൗഡറുകൾ ഉപയോഗിച്ചത്. വിഗ്ഗിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അന്തസ്സും കൂടുമെന്നായിരുന്നു അന്നത്തെ വെപ്പ്. ഇനി വിളറിയ ചർമ്മത്തിന്റെ കാര്യം. വെയിലത്ത് പണിയെടുക്കാത്ത സമ്പന്നരുടെ അടയാളമായിരുന്നു വെളുത്ത നിറം. 18ാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം പടർന്നപ്പോൾ രോഗികൾ മെലിയുകയും ചർമ്മം വിളറുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, ഈ രോഗാതുരമായ രൂപം അക്കാലത്ത് വലിയ സൗന്ദര്യമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത്. ചർമ്മം വെളുപ്പിക്കാൻ വേണ്ടി വിഷാംശമുള്ള ലെഡ് പെയിന്റുകൾ വരെ അന്ന് ആളുകൾ മുഖത്ത് തേച്ചിരുന്നു.